മലബാർ മേഖലയിൽ എങ്ങനെയുണ്ട് മഴയുടെ ഒരു സാഹചര്യം എന്ന് അറിയേണ്ടതുണ്ട്. രമേശ്, ഗുഡ് മോർണിംഗ്. മനു, ഗുഡ് മോർണിംഗ്. മഴയുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല, കാരണം കുട ചൂടി നിൽക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും മഴയുണ്ടെന്ന്. എന്നാലും മഴയുടെ ശക്തി എങ്ങനെയുണ്ട്? ഇന്നലെ ഈ കുറ്റ്യാടി മേഖലകൾ, പ്രത്യേകിച്ചും മലയോര മേഖലകളിലൊക്കെ നല്ല മഴ പെയ്തിരുന്നല്ലോ രാത്രിയിൽ. കോഴിക്കോട് നഗരത്തിലെ സാഹചര്യം എന്താണ്? മലബാറിൽ പൊതുവെ എങ്ങനെയുണ്ട് മഴ? മനു, ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാൽ വടക്കൻ കേരളത്തിലാകെയും ശക്തമായ മഴ മുന്നറിയിപ്പ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ ഉണ്ടായിരുന്നു. ഈ മുന്നറിയിപ്പ് പോലെ തന്നെ ശക്തമായ മഴയായിരുന്നു ഇന്നലെ രാത്രിയും വൈകുന്നേരവുമായി വടക്കൻ കേരളത്തിലൊട്ടാകെ ഉണ്ടായത്. മറ്റു ജില്ലകളിലെല്ലാം ഇടവിട്ടുള്ള മഴയാണെങ്കിൽ കോഴിക്കോട് ജില്ലയിൽ ശക്തമായ തുടർച്ചയായ ഒരു മഴയായിരുന്നു. പക്ഷേ നിലവിൽ മഴയുടെ അവസ്ഥ കുറച്ച് ശക്തി കുറഞ്ഞിരിക്കുകയാണ്. ചെറിയ ചാറ്റൽ മഴ മാത്രമേ ഉള്ളൂ. ഇന്നലെ വെള്ളം കയറിയ പലയിടങ്ങളിലും വെള്ളം ഇറങ്ങിയൊരു സാഹചര്യമാണുള്ളത്. ഇന്നലെ ശക്തമായ മഴ തുടർന്നതിനാൽ മെഡിക്കൽ കോളേജ് മാതൃശിശു കേന്ദ്രത്തിലടക്കം വെള്ളം കയറുകയും അവിടുത്തെ രോഗികളെ മാറ്റി പാർപ്പിക്കുക ചെയ്തിരുന്നു. പക്ഷേ അവിടുത്തെ വെള്ളം ഇറങ്ങുകയും തിരിച്ച് രോഗികളെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മറ്റു പല കേന്ദ്രങ്ങളിലും വെള്ളക്കെട്ട് ഉയരുകയും ഗതാഗത കുരുക്കുണ്ടാകുകയും ചെയ്തിരുന്നു. പക്ഷേ ഇവിടുത്തെ സാഹചര്യങ്ങളെല്ലാം തന്നെ വലിയ തോതിൽ കുറഞ്ഞു. പലയിടത്തും ശക്തി കുറഞ്ഞ ചാറ്റൽ മഴയാണ് വടക്കൻ കേരളത്തിലാകെയും ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടാണ്. കണ്ണൂർ, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇടിമിന്നലോട് കൂടിയ ഒറ്റപ്പെട്ട മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പാണ് നിലവിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. മറ്റിടങ്ങളിലും ഗ്രാമങ്ങളിലും നഗരപ്രദേശങ്ങളിലെല്ലാം നിലവിൽ സ്ഥിതി വളരെ ശക്തി കുറഞ്ഞ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും തുടർച്ചയായി രാവിലെ മുതൽ പെയ്യുന്ന മഴ ചാറ്റൽ മഴയായി ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇന്നലത്തെ രാത്രിയിലത്തെ അത്രയും വലിയ ഒരു ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം നിലവിലില്ല. കോഴിക്കോട് ജില്ലയിൽ തന്നെ നഗരപ്രദേശങ്ങളിൽ ഉണ്ടാകുന്ന വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിന് നിലവിൽ ശാസ്ത്രീയ വശങ്ങളൊക്കെ നിലവിൽ കളക്ടറുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗം കഴിഞ്ഞ മാസം ആലോചിച്ചിരുന്നു. കാരണം മഴക്കാലം വരുന്നതിന് മുൻപ് തന്നെ ഓവുചാലുകളും മറ്റും വൃത്തിയാക്കുകയും മറ്റ് മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്കൊക്കെയും മുന്നൊരുക്കങ്ങളൊക്കെ നടത്തിയിരുന്നു. പക്ഷേ ഈ കോഴിക്കോട് ജില്ലയും നഗരപ്രദേശങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ തുടർച്ചയായി മഴ പെയ്താൽ ഉടനെ വെള്ളക്കെട്ട് വരുന്നുണ്ട്. അപ്പം ഈ ഒരു ഓവുചാലുകളൊക്കെയും വൃത്തിയാക്കിയിട്ട് എന്തുകൊണ്ട് ഇത്തരത്തിൽ ഇങ്ങനെ ഒരു വെള്ളക്കെട്ട് ഉയരുന്നു എന്നതിനെ കുറിച്ചിട്ടുള്ള ശാസ്ത്രീയമായി പഠനം തുടരാനാണ് കളക്ടറുടെ നേതൃത്വത്തിൽ ചേർന്ന ഒരു യോഗം കഴിഞ്ഞ മാസം തീരുമാനിച്ചത്. നിലവിൽ ഈ ഒരു വെള്ളക്കെട്ട് ഉയരുന്ന ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ മഴ കുറഞ്ഞതിനാൽ ആ വെള്ളക്കെട്ടൊക്കെയും താഴ്ന്നതും ഗതാഗതക്കുരുക്കൊന്നും ഇല്ലാത്തൊരവസ്ഥയാണ് നിലവിലുള്ളത്. മാനം.